പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവത്തിൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്ന, ദൈവത്തോട് ആലോചന ചോദിച്ചു മാത്രം മുന്നിലേക്ക് പോകുന്ന, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഭക്തനായ ഒരു മനുഷ്യന് വെല്ലുവിളികളുണ്ടാകുമോ, പ്രതികൂലങ്ങളുണ്ടാകുമോ, തടസ്സങ്ങൾ അവൻ്റെ മുന്നിൽ വരുവാനായിട്ട് സാധ്യതയുണ്ടോ? ഇങ്ങനെ പറയും, യെസ്, അതിന് സാധ്യതയുണ്ട്. തീർച്ചയായും പല തടസ്സങ്ങൾ ഒരുപക്ഷെ ആ മനുഷ്യൻ്റെ മുൻപിൽ ഉണ്ടാകുവാനായിട്ട്, രൂപം കൊള്ളുവാനായിട്ട് സാധ്യതയുണ്ട്. ഇനി ആ വെല്ലുവിളികൾ അല്ലെങ്കിൽ ആ തടസ്സങ്ങൾ നമ്മെക്കാളും ശക്തിയുള്ള തടസ്സങ്ങളായിരിക്കുമോ? നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ നമുക്ക് ജയിക്കുവാനായിട്ട് കഴിയുകയില്ല എന്ന് തോന്നത്തക്ക വിധത്തിൽ ശക്തമായിട്ടുള്ള തടസ്സങ്ങളായിരിക്കുമോ ആ തടസ്സങ്ങൾ? അതിനും ഇങ്ങനെ മറുപടി പറയാം, യെസ്, അതിനും സാധ്യതയുണ്ട്. കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് ജയിക്കുവാനായിട്ട് കഴിയുകയില്ല എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള തടസ്സങ്ങൾ നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുവാനായിട്ട് സാധ്യതയുണ്ട്. അവ ഒരു കോട്ട പോലെ, ഒരു മതിൽ പോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയും നമുക്ക് മുന്നിലേക്ക് പോകുവാൻ കഴിയാത്ത വിധത്തിൽ അവ തടസ്സമായി നിൽക്കുകയും ചെയ്യുവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ആ തടസ്സത്തെ, ആ പ്രതികൂലത്തെ തള്ളി മാറ്റിക്കൊണ്ട് എനിക്ക് മുന്നേറുവാനായിട്ട് കഴിയുകയില്ല എന്നാണോ? ഒരിക്കലുമല്ല. അവിടെയാണ് നമ്മുടെ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുക. നമ്മുടെ ദൈവത്തിൻ്റെ പേരാണ് ബാൽ പെരാസിം. അവൻ ബ്രേക്ക് ത്രൂസിൻ്റെ ദൈവമാണ്. തടസ്സമായി, വെല്ലുവിളിയായി നിൽക്കുന്ന ശക്തികൾക്ക് എതിരായിട്ട് അണ പൊട്ടിയൊഴുകുന്ന, ഒരു ഡാം പൊട്ടിയാൽ ആ വെള്ളം എത്രത്തോളം തീവ്രതയോടെ ഒഴുകി വരുമോ, ആ തീവ്രതയോടെ ഒഴുകി വരുന്ന വെള്ളത്തിന് മുമ്പിൽ നിൽക്കുവാൻ ഒരു വസ്തുവിനും കഴിയുകയില്ല എന്നുള്ളതുപോലെ, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നമുക്ക് വിരോധമായി നിൽക്കുന്ന നമ്മെക്കാളും ബലവാന്മാരായ ശത്രുക്കളെ നിലം പരിശാക്കിക്കൊണ്ട് നമ്മെ ജയത്തോടെ, വലിയ ജയത്തോടെ ദൈവം മുന്നിലേക്ക് നയിക്കുവാൻ ശക്തിയുള്ളവനാണ്. അവൻ്റെ പേര് ബാൽ പെരാസിമാണ്. ഇനി ഇപ്രകാരമുള്ള ദൈവീക ശക്തി അനുഭവിക്കുവാൻ, ദൈവത്തിലൂടെ ലഭ്യമാകുന്ന ബ്രേക്ക് ത്രൂസ് അനുഭവിക്കുവാനായിട്ട് എനിക്കുണ്ടാകേണ്ട യോഗ്യത എന്താണ്? ഇങ്ങനെ പറയട്ടെ, ദൈവത്തിന് മുമ്പിൽ ഒരു സബ്മിസീവായിട്ടുള്ളൊരു ഹൃദയം, സമർപ്പണമുള്ളൊരു ഹൃദയം, ദൈവം എന്ത് പറഞ്ഞാലും അതനുസരിക്കുവാനായിട്ടുള്ള ഹൃദയം, അതിനു മുമ്പ് ദൈവത്തോട് ആലോചന ചോദിക്കുവാനായിട്ടുള്ളൊരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ, ദൈവത്തോട് മാത്രം ആലോചന ചോദിച്ച് മുൻപിലേക്ക് പോകുവാനായിട്ട് നാം തയ്യാറായാൽ, ബ്രേക്ക് ത്രൂസിൻ്റെ ദൈവമായ ബാൽ പെരാസിം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. 1 ദിനവൃത്താന്തം 14-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 12 വരെയുള്ള വചനങ്ങൾ നാം വായിക്കുമ്പോൾ ദാവീദുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം നാം അവിടെ കാണുകയാണ്. ആ വചനങ്ങളുടെ ആ ഭാഗത്തിൻ്റെ പ്രാരംഭ വചനത്തിൽ തന്നെ നമുക്ക് കാണാം, ദാവീദ് ഇതാ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ദാവീദ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദാവീദ്. ഒരുപക്ഷെ നമുക്കും പറയുവാനായിട്ട് കഴിയുന്നത് ഈ കാര്യം തന്നെയായിരിക്കാം. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നതിന് മുമ്പ് ദൈവം എന്നെ സ്നേഹിച്ചു. ആ ദൈവം എനിക്ക് വേണ്ടി കടന്നു വന്നു. ആ ദൈവം എന്നെ പാപത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് വിടുവിച്ച് ക്രിസ്തു എന്ന ഉറപ്പുള്ള പാറമേ നിർത്തിയിരിക്കുന്നു. ദൈവമാണ് എന്നെ ആക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയുവാനായിട്ടുള്ള പ്രാഗൽഭ്യം നമുക്കുണ്ടായിരിക്കാം. അതുപോലെ തന്നെയാണ് അവിടെ നമുക്ക് ദാവീദിനെ കാണുവാനായിട്ട് കഴിയുക. ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു. അഭിഷേകം ചെയ്യപ്പെട്ട ദാവീദിനെ കുറിച്ചുള്ള വാർത്ത ഫെലിസ്ത്യർ അറിഞ്ഞപ്പോൾ അവർ എന്താണ് ചെയ്തത്? ഫെലിസ്ത്യരൊക്കെയും ദാവീദിനെ പിടിപ്പാൻ ചെന്നു. നോക്കുക, എവിടെയാണോ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു ദൈവ മനുഷ്യനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുക, ആ മനുഷ്യന് വെല്ലുവിളിയായി മറ്റൊരു ഭാഗത്ത് രൂപം കൊള്ളുന്ന പൈശാചിക ശക്തികളുടെ ഒരു കൂട്ടത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ദൈവം തൻ്റെ പദ്ധതിയാൽ ഒരു മനുഷ്യനെ അഭിഷേകം ചെയ്യുമ്പോൾ, ദൈവം തൻ്റെ പദ്ധതിയാൽ ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കുമ്പോൾ, ആ തിരഞ്ഞെടുപ്പിൻ്റെ ശക്തിയെ അതിജീവിക്കുവാൻ കഴിയുമെന്ന് കാഴ്ചയിൽ തോന്നത്തക്ക വിധത്തിൽ ഒരു പടയൊരുക്കം ശത്രുവിൻ്റെ പാളയത്തിനകത്ത് നടന്നേക്കാം. അതുപോലെ തന്നെയാണ് ദാവീദ് ഒരു ഭാഗത്ത് ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ, മറ്റൊരു ഭാഗത്ത് ഫെലിസ്ത്യ കോട്ടയ്ക്ക്, ഫെലിസ്ത്യ സൈന്യത്തിന് അതൊരു ഭയമായി മാറുകയാണ്. ആ ഭയം അവരെ ദാവീദിനെ പിടിപ്പാനായിട്ട് പ്രേരിപ്പിക്കുകയും ഫെലിസ്ത്യ സൈന്യം ഒരുമിച്ചിതാ രഫായീം താഴ്വരയിൽ അണിനിരക്കുകയും ചെയ്യുകയാണ്. എന്തിനാണ് ഈ രാജ്യം, ഈ മല്ലന്മാരുടെ രാജ്യം? ഫെലിസ്ത്യർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരുപാട് മല്ലന്മാരുള്ള ദേശമായിരുന്നു ഫെലിസ്ത്യ ദേശം. മല്ലനായ ഗോലിയാത്തിനെ ദാവീദ് വീഴ്ത്തിയ സംഭവത്തെപ്പറ്റി
നാം വായിച്ചിട്ടുണ്ട്. വേദപുസ്തകത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തുടങ്ങി നിരവധി മല്ലന്മാരുള്ള ദേശമാണ് ഫിലിസ്തീയ ദേശം. ഈ ഫിലിസ്തീയ സൈന്യം ഇതാ ഇപ്പോൾ വന്നു നിൽക്കുന്നത് രഫായിം താഴ്വരയിലാണ്. ആ രഫായിം എന്നുള്ള വാക്കിൻ്റെ പേര് തന്നെ മല്ലന്മാരെന്നാണ്. മല്ലന്മാരുടെ ദേശം, മല്ലന്മാരുടെ പട്ടണം എന്നൊക്കെ നമുക്ക് പറയുവാനായിട്ട് കഴിയും. അങ്ങനെ ഇതാ മല്ലന്മാർ, ഒരു കൂട്ടം മല്ലന്മാർ, ഫിലിസ്തീയ മല്ലന്മാരുടെ പട്ടണത്തിൽ, മല്ലന്മാരുടെ താഴ്വരയിൽ വന്ന്, രഫായിം താഴ്വരയിൽ വന്ന് അണിനിരക്കുകയാണ്. ഇപ്പോൾ ദാവീദിനെ നോക്കിയാൽ തൻ്റെ മുമ്പിൽ ഒരു കൂട്ടം മല്ലന്മാരെ കാണുവാനായിട്ട് കഴിയുകയാണ്. ആ മല്ലന്മാരുടെ താഴ്വരയിൽ നിൽക്കുന്ന ഒരു കൂട്ടം മല്ലന്മാരെ കാണുവാനായിട്ട് കഴിയുകയാണ്. ദാവീദിന് ഒരു കാര്യം ബോധ്യമായി, ഇനി ഒരിക്കലും തൻ്റെ ശക്തിയിൽ ആശ്രയിച്ചാൽ ഈ മനുഷ്യരെ, ഈ മല്ലന്മാരെ, ഈ ഫിലിസ്ത്യരെ, ഈ രഫായിം താഴ്വരയിൽ നിൽക്കുന്ന ഈ മല്ലന്മാരെ ജയിക്കുവാനായിട്ട് തനിക്ക് കഴിയുകയില്ല. ഒരുപക്ഷെ ദാവീദിന് ഒരു കൈ ഒന്ന് ശ്രമിച്ചു നോക്കാമായിരുന്നു. കാരണം 1 ദിനവൃത്താന്തം അതിൻ്റെ 12-ാം അധ്യായം നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ദാവീദിന് കൂടെ നിന്ന യുദ്ധസന്നദ്ധരായ സൈന്യത്തിൻ്റെ എണ്ണബലമൊക്കെ നാം അവിടെ വായിക്കുന്നുണ്ട്. ദാവീദിൻ്റെ കയ്യിലും ദാവീദിൻ്റെ കൂടെയും ഒരു കൂട്ടം സൈനികരുണ്ട്. ദാവീദിന് വേണമെങ്കിൽ ഒരു കൈ പരിശ്രമിക്കാമായിരുന്നു. എന്നാൽ ദാവീദ് അവിടെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ 10-ാമത്തെ വചനത്തിൽ, അപ്പോൾ ദാവീദ് ദൈവത്തോട്, ഞാൻ ഫിലിസ്ത്യരുടെ നേരെ പുറപ്പെടണമോ, അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ താൻ തന്നെ പരിശ്രമിക്കുന്നതിനേക്കാൾ ഉപരി ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ മല്ലന്മാർ തനിക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ദാവീദ് ചെയ്യുന്നത് ദൈവത്തോട് ആലോചന ചോദിക്കുകയാണ്. ദൈവമേ, ഞാൻ ഇനി മുന്നിലേക്ക് പോകണമോ, അവരെ നീ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ എന്ന് ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഇസ്രായേലിൻ്റെ രാജാവായ ദാവീദ്. ഇന്ന് പകലിൽ ഇതും നമുക്കൊരു പാഠമാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെന്ന് നമ്മുടെ കൈവച്ച് നാം അത് ചെയ്ത് പരിശ്രമിച്ച് തോറ്റതിന് ശേഷമല്ല ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരേണ്ടത്. എന്ത് കാര്യം ചെയ്താലും അതിൻ്റെ പ്രഥമ സ്ഥാനം ദൈവത്തിന് നൽകി, ദൈവത്തോട് ആലോചന ചോദിച്ച്, ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുവാനായിട്ടുള്ളൊരു സബ്മിസീവായിട്ടുള്ള ഹാർട്ട്, അപ്രകാരമുള്ളൊരു ഹൃദയം നമുക്ക് ദൈവത്തോട് ചോദിക്കാം. അങ്ങനെയുള്ള താഴ്മയുള്ള ഹൃദയത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുന്ന ഒരു ദൈവഭക്തന് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവം ഇവിടെ ഇതാ ദാവീദിന് വേണ്ടി ഇറങ്ങി വരികയാണ്. ഈ വാക്ക് കേട്ട് ദൈവത്തിങ്കൽ നിന്ന് ആലോചന പ്രാപിച്ച്, ദൈവത്തിങ്കൽ നിന്ന് സമ്മതം കേട്ടതിന് ശേഷം ദാവീദ് ചെയ്യുന്നത്, ദാവീദ് ഇതാ ഈ രഫായിം താഴ്വരയിലേക്ക് തൻ്റെ കാൽച്ചുവടുകൾ വയ്ക്കുകയാണ്. പിന്നെ ഇതിൽ കുറച്ച് കാര്യങ്ങൾ അവിടെ വേദപുസ്തകം സൈലൻ്റായിട്ടിരിക്കുകയാണ്, നമ്മിൽ നിന്ന് മറച്ചു വച്ചിരിക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒരു ഉദാഹരണം പോലെ മാത്രമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുക. ഇനി അതിൻ്റെ 11-ാമത്തെ വചനത്തിൽ ഇങ്ങനെ നമുക്ക് കാണാം, അങ്ങനെ അവർ ബാൽപെരാസിമിലെത്തി എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, അതിപ്പോഴും രഫായിം താഴ്വര തന്നെയാണ്, മല്ലന്മാരുടെ പട്ടണം തന്നെയാണ്, മല്ലന്മാരുടെ നിര അണിനിരന്ന് നിൽക്കുന്ന മല്ലന്മാരുടെ താഴ്വരയിൽ തന്നെയാണ് ദാവീദ് ചെല്ലുന്നത്. എന്നാൽ പിന്നത്തേതിൽ എന്ത് സംഭവിച്ചു? അവിടെ വച്ച് ദാവീദ് അവരെ തോൽപ്പിച്ചു. വെള്ളച്ചാട്ടം പോലെ ദൈവം എൻ്റെ ശത്രുക്കളെ എൻ്റെ കയ്യിൽ തകർത്ത് കളഞ്ഞു എന്ന് ദാവീദ് പറഞ്ഞു. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, വെള്ളച്ചാട്ടം പോലെ നമ്മെ മുമ്പിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ കരം, നമ്മുടെ മുമ്പിലേക്കുള്ള ഗമനത്തിന് തടസ്സമായി നിൽക്കുന്ന തടകളെ ഉടച്ചുകൊണ്ട് നമ്മെ മുന്നിലേക്ക് തള്ളിവിടുന്ന ദൈവത്തിൻ്റെ കരം അവിടെ ദാവീദിനു വേണ്ടി ഇറങ്ങി വരികയാണ്. ദാവീദ് അവിടെ ഉദാഹരണമായിട്ട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. വെള്ളച്ചാട്ടം പോലെ ദൈവം എൻ്റെ ശത്രുക്കളെ എൻ്റെ കയ്യാൽ തകർത്ത് കളഞ്ഞു. ദൈവം നമ്മുടെ കരങ്ങൾക്ക് ബലം പകരുന്ന ദൈവമാണ്. എന്തിനാണ് ഈ കരങ്ങൾക്ക് ബലം പകരുന്നത്? മുന്നിലുള്ള തടകളെ ഉടച്ച് മുന്നേറുവാനായിട്ടുള്ള ബലം, തടസ്സമായി നിൽക്കുന്ന പ്രതിസന്ധികളെ തകർത്തുകൊണ്ട്, അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അതിലൂടെ കടന്ന് അപ്പുറം എത്തിക്കുന്ന ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ഇറങ്ങി വരുവാനായിട്ട് പോകുകയാണ്. ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ ഇന്ന് പകലിൽ ആരെയെങ്കിലുമൊക്കെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, കാഴ്ചയിൽ എന്നെക്കാളും ശക്തനാണെന്ന് തോന്നത്തക്ക വിധത്തിലുള്ള ചില പ്രതിസന്ധികൾ, ചില രോഗങ്ങളായിരിക്കാം, ചില സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം, തലമുറകൾ നമ്മുടെ വഴി നിൽക്കുന്നില്ല എന്നുള്ള ആകുലതകളായിരിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് തന്നെ പലരും മാറിപ്പോകുന്നു. ഒരു കൂട്ടമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവത്തെ ആരാധിച്ചിരുന്ന പലരും ദൈവത്തെ ആരാധിക്കാത്തവരായി മാറ്റപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ഭയപ്പെട്ടിരിക്കാതെ ഇന്ന് പകലിൽ ഓർക്കുക, അഭിഷേകം ചെയ്യപ്പെട്ട ദാവീദിന് വിരോധമായിട്ടൊരു ഫെലിസ്ത്യ ദേശം തന്നെ ഒരുമിച്ച് കൂടുകയാണ്. ഇതുപോലെ എപ്പോഴും ദൈവത്തെ ആരാധിക്കുന്നവർ വിരോധമായി ചലഞ്ചസ്, വെല്ലുവിളികൾ
ഉയർന്നു വരുവാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ റെഫായീം താഴ്വരയെ, ജയൻസിൻ്റെ ആ താഴ്വരയെ, മല്ലന്മാരുടെ താഴ്വരയെ വെള്ളച്ചാട്ടം പോലെ, വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഇളകി വരുന്ന വെള്ളം ആ മതിലുകളെ ഉടച്ചു മുന്നേറുന്നത് പോലെ ആ മല്ലന്മാരുടെ കോട്ടകളെ തകർത്തുകൊണ്ട് ഒരു ബ്രേക്ക് ത്രൂ നമുക്ക് വേണ്ടി ഒരുക്കുന്ന ബാൽപരാസിം എന്നുള്ള നമ്മുടെ ദൈവം ഇന്ന് പകലിൽ നമുക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുമാറാകട്ടെ. ആ ദൈവത്തോട് ആലോചന ചോദിക്കുക, ദൈവത്തോട് ചേർന്നിരിക്കുക, ദൈവത്തിൻ്റെ വാക്ക് ശ്രദ്ധിക്കുവാനും അതനുസരിക്കുവാനായിട്ടുമുള്ള ഒരു സബ്മിസീവ് ഹാർട്ടോടുകൂടെ മുന്നേറുക. ബ്രേക്ക് ത്രൂസിൻ്റെ ദൈവം നമുക്ക് വേണ്ടി ഒരു ബ്രേക്ക് ത്രൂ ഒരുക്കുമാറാകട്ടെ. ആമേൻ. ഗാഡ് ബ്ലസ് യു.